ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴത്തോര് മുമ്പയുടെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വൈജയന്തി വീട്ടിലേക്ക് വന്നേക്കാണ്. അലീനയെ നന്നായിട്ട് കുടഞ്ഞ് ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിനക്ക് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമായിരുന്നല്ലേടി, നീ ഇവിടെ കിടന്ന് പറ്റിക്കായിരുന്നല്ലോ എല്ലാവരെയും എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം വൈജ ബാലചന്ദ്രനോട് സംസാരിക്കാൻ പോവാട്ടോ. പിന്നീട് വൈജ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ. അയാൾ തന്നെ ഇത്രയും കാലം ചതിക്കായിരുന്നല്ലോ, അപ്പോൾ ആ വഞ്ചനയെക്കുറിച്ച് സംസാരിക്കണം. ഒരു നിമിഷം പോലും ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ചോദിക്കുകയോ പറയാതെ ചെയ്യാതിരുന്നാലും അത് വേറൊരു സംശയത്തിലേക്കൊക്കെ പോവില്ലേ. അതായത് എന്താണ് വൈജ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് എന്നൊക്കെ ബാലചന്ദ്രൻ ചിന്തിക്കുകയും ചെയ്യുമല്ലോ. അതുമാത്രമല്ല, വൈജയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അറിഞ്ഞേക്കുന്നത്. ബാലചന്ദ്രൻ്റെ മകളാണ് നമ്മുടെ അലീന എന്നുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ വൈജയന്തി അങ്ങനെ ഹോളിൽ ഇങ്ങനെ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. മുകളിലേക്ക് കയറി ചെല്ലണമെന്നുണ്ട്, ഇനി ചെന്നാൽ ബാലചന്ദ്രൻ്റെ ഇതെങ്ങനെയായിരിക്കും അതും അറിയത്തില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വൈജ മുകളിലേക്ക് കയറി ചെല്ലുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മുഖം കൊടുക്കുന്നില്ല കേട്ടോ. എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് കേട്ടു, നീ എന്ത് കേട്ടതാന്ന് പറഞ്ഞാലല്ലേ കേട്ടതൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അലീനയെക്കുറിച്ച് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും. അലീനയെക്കുറിച്ച് എന്താണെന്ന് വ്യക്തമാക്കി പറയാം, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അലീനയെക്കുറിച്ച് ഞാൻ കേട്ടത് ശരിയാണോ, നിങ്ങളുടെ മകളാണോ അലീന, അവൾ നിങ്ങൾക്ക് ഗൾഫിൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു അവിഹിത സന്തതിയാണല്ലേ എന്നൊക്കെ ചോദിക്കണം. ആ അതെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ കേട്ടോ. ഒറ്റയടിക്ക് അതെ എന്ന് തന്നെ അങ്ങോട്ട് പറയുമ്പോൾ വൈജങ്ങോട്ട് അങ്ങോട്ട് ഷോക്കായി പോവാണ്. നിങ്ങളൊരു മനുഷ്യനാണോ, ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ വഞ്ചിക്കായിരുന്നല്ലേ നിങ്ങൾ എന്നൊക്കെ പറയാട്ടോ. നമ്മുടെ വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം ഒരു ഭയങ്കര എന്താ പറയുക ഗൂഢമായിട്ടുള്ളൊരു ചിരിയാട്ടോ ചിരിക്കുന്നത്. കാരണം എന്താണ് സത്യം എന്നുള്ളത് ബാലചന്ദ്രനല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ടൊരു ഗൂഢമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ വൈജ വീണ്ടും പറയുന്നുണ്ട്, എന്നെയും എൻ്റെ മക്കളെയും വഞ്ചിക്കായിരുന്നില്ലേ നിങ്ങളും നിങ്ങളുടെ പുന്നാര മോളും കൂടെ, ഇതൊക്കെ നിങ്ങളുടെ നാടകമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ ഉറഞ്ഞ് തുള്ളുക കേട്ടോ. അവിടെ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ വൈജയുടെ ഈ പ്രകടനമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അവസാനം പറയുന്നുണ്ട്, ഇനി ഞാൻ പറയാം, എനിക്ക് ശരിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചു. ഇപ്പോൾ എനിക്ക് പറയല്ലാതെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു. എൻ്റെ മകളാണ് അലീന, എനിക്ക് ജനിച്ച മകളാണ്, ഞാനാണ് ഇതിൻ്റെ പുറകിൽ എല്ലാ കളിയും കളിച്ചത് ഞാനാണ്. അലീനയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ കളിച്ച കളിയാണ് ഇതൊക്കെ. ഇനി എൻ്റെ മകളെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ, നാണമുണ്ടോ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, അതും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇമ്മാതിരി വൃത്തികെട്ട പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ട് നാണമുണ്ടോ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ മകളാണെന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പുന്നാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വൈജ ഉറഞ്ഞു തുള്ളുമ്പോൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു, ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, അബദ്ധം സംഭവിച്ചു, അത് ഞാൻ തുറന്ന് പറയുകയും ചെയ്തു എന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും എന്നോട് തുറന്ന് പറയാം എന്ന് ബാലചന്ദ്രൻ പറയണം. അത് കേട്ടപ്പോൾ വൈജ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ പിന്നെ അതോടെ വിട്ടുകൊടുക്കുന്നില്ല. അതെ, നിങ്ങളുടെ പോലെയുള്ള ലൈഫല്ല എൻ്റെത്, എന്നെ വെറുതെ ഇതിലേക്ക് എൻ്റെ ഭാഗത്താണ് ഇനി കുറ്റമെന്ന് കണ്ടെത്താനായിട്ട് നടക്കണ്ട, നിങ്ങൾ ചെയ്ത തെറ്റിനെ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരുടെ മേൽ പഴി ചാരണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കറക്റ്റ് വർഷവും തീയതിയും ഒക്കെ പറയുകയാണെങ്കിൽ ആരാണ് ശരിക്കും പൊട്ടനും പൊട്ടിയായതെന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് വൈജ പറയുന്നുണ്ട്, എന്നെ പൊട്ടിയാക്കണ്ട, നിങ്ങളെല്ലാം വളച്ചൊടിച്ച് സംസാരിക്കാൻ നല്ല മിടുക്കനാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്, ശരിക്കും കറക്റ്റ് വർഷവും ദിവസവും ഒക്കെ പറയുകയാണെങ്കിലേ നമുക്ക് ആരാണ് പൊട്ടനും പൊട്ടിയൊക്കെ ആയത് ആരാണെന്ന് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാനും അവളും കൂടെ ഒരിക്കലും ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ, അത് എനിക്ക് അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നോളണമെന്ന്, എനിക്ക് എൻ്റെ മകളെ എന്തായാലും വിട്ട് കളയാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. നിങ്ങളൊരു മകളെയും കെട്ടിപ്പിടിച്ചിരിക്കും, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ, നീ ഇവിടെ വിട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ നീ ഇവിടെ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി എൻ്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല വൈജയ്, എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, നീ ഇവിടെ ഉണ്ടായാലും നീ ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ടും ഞാൻ അവളെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ കൂടെ തന്നെ നിർത്തത്തുള്ളൂ, അതുകൊണ്ട് എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് എടുക്കാം എന്ന് പറയണം. അപ്പോൾ വൈജയന്തി ദേഷ്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ശരിയാക്കി തരാം, നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാട്ടോ.
അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ശരിക്കും ആരാണ് ഇതുവരെ അനുഭവിച്ചത്, ഇപ്പോൾ ആരാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി ആരാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഓരോ സംസാരത്തിലും ഇങ്ങനെ ഒരു കുത്തുന്ന പോലെയുള്ള വാക്കുകളുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് വൈജ പറയേണ്ട, ഒരു നിമിഷം പോലും ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിച്ച് വരണ്ട, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയും കൊണ്ട് തന്നെയാണ് വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് താഴേക്ക് ചെല്ലുന്നത്. താഴേക്ക് എത്തുന്ന സമയത്ത് അലീന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അലീനയെ കണ്ടതും ദേഷ്യം ഇരട്ടിക്കുകയാണ്. നീ വാഴടി ഇവിടെ, നീ വാഴ്, നീയും നിൻ്റെ അച്ഛനും കൂടി ഇവിടെ വാഴ്, ഞാൻ പോവുകയാണ്, എൻ്റെ മക്കളെയും ഞാൻ കൊണ്ടുപോകും, തൽക്കാലം ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരും, നീ ഇവിടെ കിടന്ന് വാഴ്, നീ റാണിയോ രാജ്ഞിയോ എന്ത് വേണമെങ്കിലും ആയിട്ട് ഇവിടെ ജീവിക്കേ, നിൻ്റെ അടിമയായിട്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, എൻ്റെ മക്കളെയും കിട്ടത്തില്ല, ഞാനും എൻ്റെ മക്കളും ഇവിടെ നിന്ന് പോകും, ഞാൻ ഇപ്പം തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് ഉറഞ്ഞു തൊള്ളിയും കൊണ്ടാണ് വൈജ റൂമിലേക്ക് കയറി പോണേ കേട്ടോ. അങ്ങനെ അലീന ഇതിനിപ്പോൾ എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അലീന റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കണം, എന്താ ഇപ്പോൾ ചെയ്യുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ആകെയുള്ളൊരു വിഷമാവസ്ഥയിലാണ് അലീന നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതേസമയം വൈജയന്തി ആണെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കാറെടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് പോവുക കേട്ടോ. വണ്ടി എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് പോകണം. അപ്പോൾ വൈജ കാറെടുത്ത് പോണതൊക്കെ ഇവിടുന്ന് അറിയുന്നുണ്ട്. അപ്പം കൃഷ്ണയാണെങ്കിലും ബബിതയാണെങ്കിലും വന്നിട്ട് അമ്മ പോവല്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ, മാറി നിൽക്കങ്ങോട്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കും, എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, അന്നേരം എൻ്റെ കൂടെ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. കൃഷ്ണൻ പറയുന്നുണ്ട് അമ്മ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നിൽക്കുന്നില്ല. വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് കാറെടുത്ത് ചീറിപ്പാഞ്ഞ് പോവാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ കൃഷ്ണയും അതുപോലെ ബബിതയും ഒക്കെ ആകെ വിഷമത്തിലാട്ടെ, ഇതിനിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളൊരു ആകെ ഒരു വിഷമാവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. വൈജയന്തി പോവാതിരിക്കുക അതൊന്നും അയാളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ലാതായി മാറിയേക്കട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീനയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ രോഹിത്ത് നേരെ അലീനയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട്, നീ കാരണടി എൻ്റെ അമ്മ പോയത്, നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അലീനയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ നിൽക്കുമ്പോൾ അലീന പെട്ടെന്ന് തന്നെ അവനെ തടയാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു കുപ്പി പൊട്ടിച്ചിട്ട് അടുത്തേക്ക് വന്ന കുത്തി കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചെടുക്കണം. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് കൃഷ്ണമോൾ അലീനയുടെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയുടെ റൂമിലേക്ക് വരുമ്പോൾ കൃഷ്ണ കാണുന്നത് ഇങ്ങനെ രോഹിത്തിൻ്റെ നേരെ ഇങ്ങനെ കത്തി ചൂണ്ടി നിൽക്കുന്ന നമ്മുടെ അലീനയാണ്. അപ്പോൾ എന്താ രോഹിത്തേട്ടൻ ഈ ചെയ്യുന്നത്, രോഹിത്തേട്ടൻ്റെ ഈ പ്രവൃത്തിയൊന്നും നല്ലതല്ല കേട്ടോ, ഇതൊക്കെ ആകെ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇവള് കാരണമായിട്ട് എൻ്റെ അമ്മ ഇവിടെ നിന്ന് പോയത്, നിനക്ക് അമ്മ പോയതിൽ യാതൊരു വിഷമമില്ലല്ലോ, ഇവളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തേട്ടൻ ഇപ്പോൾ പോയിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയക്കാം കേട്ടോ. അതേസമയം വൈജയന്തി ആണെങ്കിൽ കാർ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിങ്ങനെ ഭയങ്കര സ്പീഡിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയ സമയത്ത് ബാലൻസ് കിട്ടാതെ കാറ് മറിഞ്ഞ് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ആ ഒരു നിമിഷത്തിൽ വൈജയന്തി മരിച്ചു എന്ന് തന്നെ വൈജയന്തി തീരുന്നാവും കേട്ടോ. കാരണം അത്രയും വലിയൊരു ആക്സിഡൻറ്റാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു, ആംബുലൻസ് വരുന്നു, ഫയർഫോഴ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഭയങ്കര ചെക്കപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ആ പോകുന്ന വഴിക്ക് തന്നെ വൈജ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ശിവേട്ടൻ, ഞാൻ ഇനി അവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് വിളിച്ചത് ശിവേട്ടൻ്റെ നമ്പർ ആയതുകൊണ്ട് അതിലേക്ക് തന്നെ പോലീസ് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഈ ഫോണിൻ്റെ ഉടമസ്ഥയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരം പറയാണ്. ശിവേട്ടൻ ആകെ ഷോക്കാവുന്നുണ്ട്. ശിവേട്ടൻ പെട്ടെന്ന് രാജീവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ മനുവിൻ്റെ അടുത്ത് കമല വന്നിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണ് കാലെടുത്ത് കുത്തിയത് മുതൽ വൈജയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയട്ടെ. മനു ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് മനുവാണ് ബാലചന്ദ്രനെ വിളിച്ചിട്ട് വൈജയ്ക്ക് പറ്റിയ അപകടം നമ്മുടെ ബാലചന്ദ്രനെ അറിയിക്കുന്നത് കേട്ടോ. ബാലചന്ദ്രനും ആകെ ഞെട്ടിപ്പോവാണ്, എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ വൈജയന്തി ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ആണ് കിടക്കുന്നത് കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു അവസ്ഥയിലാണ്, എന്താണെന്നൊന്നും പറയാത്തൊരു സിറ്റുവേഷനിലാണ്. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ ബ്ലഡ് അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ആരുടെ ബ്ലഡും മാച്ചല്ല കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ അലീനയുടെ ബ്ലഡ് സെയിം ബ്ലഡാണെന്ന് പറയുന്നുണ്ട് മനു. അപ്പോൾ ഈ വൈജയുടെ അതേ സെയിം ബ്ലഡ് തന്നെയാണ്. അങ്ങനെ ആ ബ്ലഡ് തന്നെ അലീനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അലീനയുടെ ബ്ലഡ് വൈജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ എന്താണെങ്കിലും അലീനയെ കൂട്ടി കൊണ്ടുവരാനായിട്ട് മനുവിനെ പറഞ്ഞയക്കുകയാണ്. മനു ആണെങ്കിൽ
വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അലീന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അലീനയും അതുപോലെ കൃഷ്ണമോളും ഒക്കെ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞിട്ട് കേട്ടോ. കൃഷ്ണയ്ക്ക് ആകെ തകർന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മനു വന്നിട്ട് അലീനയെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ അലീനയാണ് വൈജയന്തിക്ക് ബ്ലഡ് കൊടുത്തിട്ട് രക്ഷിക്കുന്നത്. അങ്ങനെ വൈജയന്തി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ വൈജയന്തി ആകെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. എഴുന്നേക്കാനൊന്നും വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. അലീനയാണ് പരിചരിക്കുന്നതൊക്കെ. പക്ഷെ അപ്പോഴും വൈജയന്തിയുടെ മനസ്സിൽ അലീന അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം തന്നെ. അലീനയെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അങ്ങനെ അലീനയെ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടി വരുന്നൊരു സന്ദർഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി എന്താണെങ്കിലും ഞാൻ പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ ഭാഗങ്ങളൊന്നും നാളെ തന്നെ കാണിക്കത്തില്ല കേട്ടോ. മിക്കവാറും ആക്സിഡൻറ്റിൻ്റെ ഭാഗങ്ങൾ ഒന്നുകിൽ നാളത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.